ഒരു ചോദ്യം നോക്കാം. സുഹറ പണപ്പെട്ടി തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്ര രൂപയുണ്ട്? ഉമ്മ ചോദിച്ചു. 7 രൂപ കൂടി തന്നാൽ തികച്ചും 50 രൂപയാകും. സുഹറ ആഗ്രഹം പറഞ്ഞു. സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ട്? സുഹറയുടെ പണപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിനോട് 7 രൂപ കൂട്ടിയാൽ 50 രൂപയാകുമല്ലോ. 7 രൂപ കൂട്ടിയപ്പോഴല്ലേ 50 രൂപ ആയത്? 7 രൂപ കൂട്ടുന്നതിന് മുമ്പുള്ള തുക കാണാൻ എന്ത് ചെയ്യണം? 50-ൽ നിന്ന് 7 കുറച്ചാൽ മതിയാകില്ലേ? അതായത് സുഹറയുടെ പണപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന തുക 43 രൂപയായിരുന്നു എന്ന് കാണാം. മറ്റൊരു ചോദ്യം നോക്കാം. 6 മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ കണക്കു പരീക്ഷയ്ക്ക് 100 മാർക്കുമായേനെ. രാജന്റെ സങ്കടം. രാജന് എത്ര മാർക്കാണ് കിട്ടിയത്? രാജന് കിട്ടിയ മാർക്ക് എത്രയെന്നറിയില്ല. പക്ഷേ അതിനോട് 6 കൂട്ടിയാൽ 100 ആകുമല്ലോ. 6 കൂട്ടിയപ്പോഴല്ലേ 100 ആയത്? അപ്പോൾ 100-ൽ നിന്ന് 6 കുറച്ചാൽ രാജന്റെ മാർക്ക് കിട്ടുമല്ലോ. അതായത് രാജന്റെ മാർക്ക് 94 ആണെന്ന് കാണാമല്ലോ. മറ്റൊരു ചോദ്യം. ഉണ്ണി വിഷുക്കൈ നീട്ടം കിട്ടിയതിൽ നിന്ന് 8 രൂപയെടുത്ത് ഒരു പേന വാങ്ങി. 42 രൂപ മിച്ചമുണ്ട്. എത്ര രൂപയാണ് കൈനീട്ടം കിട്ടിയത്? ഉണ്ണിക്ക് കൈനീട്ടം കിട്ടിയത് എത്ര രൂപയാണെന്നറിയില്ല. ഉണ്ണി അതിൽ നിന്ന് 8 രൂപ എടുത്ത് പേന വാങ്ങിച്ചപ്പോൾ മിച്ചം 42 രൂപയുണ്ട്. അതിനർത്ഥം കൈനീട്ടത്തിൽ നിന്ന് 8 കുറച്ചാൽ 42 ആവും എന്നല്ലേ? അപ്പോൾ കിട്ടിയ കൈനീട്ടം എത്രയായിരിക്കും? അത് കിട്ടാൻ 42-നോട് 8 കൂട്ടിയാൽ മതിയാകില്ലേ? അപ്പോൾ ഉണ്ണിക്ക് കിട്ടിയ കൈനീട്ടം 50 രൂപയാണെന്ന് കാണാം. ഒരു നിക്ഷേപ പദ്ധതിയിൽ 6 വർഷം കൊണ്ട് നിക്ഷേപത്തുക 2 മടങ്ങാകും. അവസാനം 10,000 രൂപ കിട്ടാൻ ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം? ഇപ്പോൾ നിക്ഷേപിക്കേണ്ടത് എത്ര രൂപയാണെന്നറിയില്ല. പക്ഷേ അതിന്റെ 2 മടങ്ങ് അഥവാ അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 10,000 ആവുമല്ലോ. 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണല്ലോ 10,000 ആയത്. അപ്പോൾ നിക്ഷേപിക്കേണ്ട തുക കാണാൻ 10,000-ത്തെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയാകില്ലേ? അപ്പോൾ നിക്ഷേപിക്കേണ്ട തുക 5,000 ആണെന്ന് കാണാമല്ലോ. മറ്റൊരു ചോദ്യം. ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും? പ്യൂണിന്റെ മാസ ശമ്പളം എത്ര രൂപയാണെന്നറിയില്ല. പക്ഷെ അതിന്റെ 5 മടങ്ങാണല്ലോ 40,000. അപ്പോൾ പ്യൂണിന്റെ ശമ്പളം കിട്ടാൻ 40,000-ത്തെ 5 കൊണ്ട് ഹരിച്ചാൽ മതിയാകുമല്ലോ. അതായത് പ്യൂണിന്റെ ശമ്പളം 8,000 രൂപയാണെന്ന് കാണാം. ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 8 കിട്ടി. ഏത് സംഖ്യയാണ് ഹരിച്ചത്? സംഖ്യ ഏതാണെന്നറിയില്ല. പക്ഷെ അതിനെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 8 കിട്ടി എന്നറിയാം. എങ്കിൽ സംഖ്യ കിട്ടാൻ 8-നെ 21 കൊണ്ട് ഗുണിച്ചാൽ മതിയാകുമല്ലോ. അതായത് സംഖ്യ 168 ആണെന്ന് കാണാമല്ലോ. 2 നോട്ട് പുസ്തകവും 6 രൂപ വിലയുള്ള ഒരു പേനയും വാങ്ങിയപ്പോൾ 46 രൂപ ചെലവായി. ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണ്? ഒരു നോട്ട് പുസ്തകത്തിന്റെ വില എത്രയാണെന്നറിയില്ല. അത്തരം 2 നോട്ട് പുസ്തകങ്ങൾ വാങ്ങിയാൽ അതിന്റെ ഇരട്ടി ചെലവാകുമല്ലോ. അതും എത്രയെന്നറിയില്ല. 6 രൂപ വിലയുള്ള ഒരു പേന കൂടെ വാങ്ങിയാൽ ഇതിനോട് 6 രൂപ കൂടി ചെലവാകുമല്ലോ. ആകെ ചെലവായത് 46 രൂപ ആണല്ലോ. ഇതിനോട് 6 രൂപ കൂട്ടിയപ്പോഴാണ് 46 ആയത്. ഈ തുക കിട്ടാൻ 46-ൽ നിന്ന് 6 കുറച്ചാൽ മതിയാകുമല്ലോ. അതായത് ഈ തുക 40 രൂപയാണെന്ന് കാണാം. ഒരു നോട്ട് പുസ്തകത്തിന്റെ വിലയെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണല്ലോ 40 കിട്ടുന്നത്. അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില കാണാൻ 40-നെ 2 കൊണ്ട് ഹരിച്ചാൽ മതിയാകുമല്ലോ. അപ്പോൾ ഒരു നോട്ട് പുസ്തകത്തിന്റെ വില 20 രൂപയായിരിക്കുമല്ലോ.